കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോയ്സ് ടി വി എന്ന ടെസ്റ്റിമണി ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കട്ടെ. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ജീവിതാനുഭവങ്ങൾ പ്രിയ ശ്രോതാക്കൾക്ക് അത് അനുഗ്രഹമാകുന്നു എന്ന നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ഓർത്ത്, മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അവിടെ ഇവിടങ്ങളിൽ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഞാൻ ഈ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ സ്വയമേ പാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ നമ്മുടെ ശ്രോതാക്കളുടെ അറിവിലേക്ക്. പാസ്റ്ററിൻ്റെ പേര്, എവിടെ ശുശ്രൂഷിക്കുന്നു, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് വാക്കിലൊന്ന് പരിചയപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനിടയായി തീരട്ടെ. ഈ ജോയ്സ് ടി വിയിലേക്ക് എളിയവനെയും ഈ ടെസ്റ്റിമണിയിലേക്ക് എന്നെ ക്ഷണിച്ചത് പ്രിയ ദേവദാസൻ, പ്രിയ റേഞ്ചലമാമ, മറ്റ് പ്രിയപ്പെട്ടവര്, ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് പ്രിയ ശ്രോതാക്കൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ദൈവം എന്നെ വീണ്ടെടുത്ത അനുഭവത്തെക്കുറിച്ചും ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്ന ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പങ്കുവെക്കുവാൻ ഇന്നീ പകൽക്കാലം ഈ സന്ധ്യാസമയം ദൈവം ഒരുക്കി തന്നുള്ള അവസരത്തെ സ്തുതിക്കുന്നു. നിത്യാവത്തെ ഇപ്പോൾ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ പേര് അനീഷ് മുകുന്ദൻ ആണ്. കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദേവദാസനാണ്. പാസ്റ്റർ അനീഷ് മുകുന്ദൻ ആണ് പേര്. സ്വദേശം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത്, കൊഴുവല്ലൂർ എന്ന ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂര് കൊഴുവല്ലൂർ എന്ന ഭാഗത്ത് താമസിക്കുന്നു. എൻ്റെ മമ്മിയുടെ സ്വദേശമാണ്, അമ്മയുടെ സ്വദേശമാണ് കൊഴുവല്ലൂര്, ചെങ്ങന്നൂർ കൊഴുവല്ലൂര്. എൻ്റെ പപ്പയുടെ സ്വദേശം മാന്നാറാണ്. ഞാൻ എൻ്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ചടയമംഗലം എന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡില് കർത്താവിന്റെ വേല ചെയ്യുന്നു. പുതിയ പ്രവർത്തനമായിട്ട് കർത്താവിന്റെ വേല, ചടയമംഗലത്തെ വേല ചെയ്യുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞും ഉണ്ട്. പ്രിയപ്പെട്ടോളും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമായി ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച് വേലയിലായിരിക്കുന്നു. ഇതിന്റെ ചർച്ച് ഓഫ് ഗോഡിൽ ചില കാലങ്ങളായിട്ട് 20 വർഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഓക്കെ പാസ്റ്ററെ, ഓക്കെ. നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനുമായി അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ കൃപ ചെയ്തല്ലോ. പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങൾ കേൾവിക്കാരാകുന്ന ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ സ്വർഗീയ പിതാവ് അവിടുന്ന് കൃപ ചെയ്താട്ടെ. ദൈവകരങ്ങൾ വയ്ക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്നുള്ള സമയങ്ങളെ കർത്താവിൻ്റെ ദാസൻ്റെ ഉള്ളതാണ്. ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാൻ സന്ധ്യാസമയം വീണ്ടും ഇടയായി തീരട്ടെ. ജോയ്സ് ടി വിയിലേക്ക് കർത്താവിന്റെ നാമമഹത്വത്തെക്കുറിച്ച്, എളിയവനെയും വീണ്ടെടുത്ത അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തോട് സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരമായി തീർന്ന പ്രിയ കർണാദാസൻ, പ്രിയ റേഞ്ചലമാമ, ഇതിന്റെ ചാനലിലെ മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വന്ദനം അറിയിക്കും. ദൈവം ധാരാളമായി മാനിക്കുമാറാകട്ടെ. പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ, എന്നെ തന്നെ പരിചയപ്പെടുത്തി പറഞ്ഞതുപോലെ, എൻ്റെ പേര് അനീഷ് മുകുന്ദൻ ആണ്. കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവഭക്തനാണ്. ചടയമംഗലം എന്ന സ്ഥലത്ത് ഇതിന്റെ ചർച്ചക്കുള്ള ഒരു ബന്ധത്തിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് പോയി വന്ന് വേല ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചെറിയ അസ്വസ്ഥത, ചെറിയ പ്രയാസം, പുള്ളിക്കാരിക്ക് മാനസികമായ ചില അസ്വസ്ഥതയുള്ളതുകൊണ്ട് ആ അസുഖം കാരണം ട്രീറ്റ്മെന്റ് നടക്കുന്നതുകൊണ്ട്, ചികിത്സ നടക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ദൈവം നമ്മളെ പകൽക്കാലം അനുഗ്രഹിക്കുമാറാണ്. എൻ്റെ അനുഭവം പ്രാരംഭത്തിൽ തൊട്ട് പറയുവാണെങ്കിൽ, സ്തോത്രം, 1986 ഏപ്രിൽ മാസം 24-ാം തീയതി ഞാൻ മാന്നാർ എന്ന സ്ഥലത്ത് പരിമേല ഭാഗത്ത് ഞാൻ ജനിക്കുവാനിടയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ഒരു നായർ പശ്ചാത്തലത്തിൽ, നായർ കുടുംബത്തിലുള്ള വ്യക്തികളായിരുന്നു. സ്വന്തമായിട്ട് വെച്ചാശ്രയം, കുടുംബാമ്പലവും മറ്റ് അനുഭവങ്ങളും ഹൈന്ദവ രീതിയിലുള്ള എല്ലാ
ആചാരാനുഷ്ഠാനങ്ങളോടുള്ള ഒരു ഫാമിലി ആയിരുന്നു എളിയൻ്റേത്. അങ്ങനെ ആ ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ മൂത്ത മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. മന്നാർ എരമത്തൂർ എന്ന ഭാഗത്താണ്. അങ്ങനെ പിതാവ് എൻ്റെ പപ്പ മുകുന്ദൻ എന്ന് പറഞ്ഞ എൻ്റെ പപ്പ, അദ്ദേഹം ഒരു RSSന്റെ പ്രവർത്തകനായിരുന്നു. RSSന്റെ BJPയുടെ ഒക്കെ മറ്റനുഭാവം കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് RSS ശാഖയിലെ ഒരു മാസ്റ്ററും കൂടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ചെറുപ്രായത്തൊട്ട് ആ ഭവനത്തിൽ ഞങ്ങൾ പാർത്തു വരുമ്പോൾ തന്നെ എൻ്റെ പിതാവ് വീട്ടുകാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധാലുവായിരുന്നത്. അവരുടെ നേതാക്കന്മാരുടെ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കുകയും അവരുടെ കാര്യാദികൾക്കനുസരിച്ച് അക്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. അങ്ങനെ എൻ്റെ മാതാവ് വളരെ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ച് അവിടെ ചെന്നു. അങ്ങനെ തലമുറകളായി ഞങ്ങൾ ആ വേളയിൽ എൻ്റെ പിതാവ് അക്രമ സ്വഭാവങ്ങളെ കടന്ന് വലിയ സാമ്പത്തിക ബാധ്യതയ്ക്കകത്ത് ഞങ്ങൾ അകപ്പെടുവാനിടയായിട്ടുണ്ട്. കൂടാതെ ഞാൻ ജനിച്ചപ്പോഴേ ഒരു രോഗിയും കൂടായിരുന്നു. ഏത് രോഗത്തിനും ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഒന്ന് പിടിക്കണമെങ്കിൽ, ഒന്ന് ഏൽക്കണമെങ്കിൽ അത് താങ്ങാനുള്ള, അത് ഏൽക്കുവാനുള്ള നമുക്കൊരു ശാരീരിക ആരോഗ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആ മരുന്നിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു ആരോഗ്യം നമുക്ക് ശരീരത്തിലുണ്ടായിരിക്കണം. പക്ഷെ ആ മരുന്നിനെ പ്രതിരോധിച്ച് നിൽക്കുവാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയുടെ ഘട്ടത്തിലല്ലായിരുന്നു ഞാൻ ജനിച്ചപ്പോഴേ. അങ്ങനെ എന്നെയും കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ കേരളത്തിൽ അറിയപ്പെട്ട മിക്ക ആശുപത്രികളും ആ കാലഘട്ടത്തിൽ 86, 87 കാലഘട്ടത്തിൽ, 86, 87, 88 കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന മിക്ക ആശുപത്രികളും പിതാവ് കയറി ഇറങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ 3 സെന്റ് സ്ഥലം, എൻ്റെ പിതാവിന്റെ പേരിലുള്ള 3 സെന്റ് സ്ഥലം, അത് സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് അങ്ങനെ എന്നെ ചികിത്സിക്കുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ ഹൈന്ദവ രീതിയിൽ അറിയപ്പെട്ട വലിയ ഒരു കുടുംബത്തിൽ എൻ്റെ മാതാവും പിതാവും ജനിച്ചതായതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും മുടക്കം വരുത്തിയില്ല. ദൈവകോപമാണ്, വിശ്വസിക്കുന്ന ദൈവങ്ങൾ അവർ ഞങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അവരുടെ പ്രീതിക്കായിട്ട് ആ ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ പല ക്രിയകളും ഹോമങ്ങളും യാഗങ്ങൾ നടത്തുകയും തീർത്ഥയാത്രകൾ നടത്തുകയും പ്രകൃതി കാലാവസ്ഥ എൻ്റെ ശരീരത്തിന് അനുകൂലമല്ലാതെ നിൽക്കുമ്പോൾ തന്നെ, എനിക്ക് നേരിടാൻ പറ്റാത്ത ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നെയും കൊണ്ട് പല ക്ഷേത്രങ്ങളിൽ പോയി ഒരു കാഴ്ച വസ്തു കൊണ്ടിരുത്തുന്നത് പോലെ, ഒരു വിഗ്രഹം കൊണ്ടിരിക്കുന്നത് പോലെ എന്നെ കൊണ്ടൊന്നും പലയിടത്തും കൊണ്ട് പ്രതിഷ്ഠിക്കാറുണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള സമയത്തൊക്കെ എനിക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല. അവിടുത്തെ പൂജയും കാര്യങ്ങളും കഴിയുമ്പോൾ തന്നെ വീണ്ടും എനിക്ക് അസ്വസ്ഥതയും അസുഖമൊക്കെ അവരെ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞത് TBയുടെ ഒരു അസുഖമായിരുന്നെന്നാ പറയും. TB എന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ടുള്ള അസുഖമായിരുന്നു എന്നെ അലട്ടിക്കുന്നത്. പക്ഷെ അത് നിസ്സാരമായ രോഗമായിരുന്നെങ്കിൽ പോലും അതെനിക്ക് നേരിടാൻ പറ്റാത്ത, എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അസ്വസ്ഥയിൽ കൂടി ഞാൻ അങ്ങനെ പോവായിരുന്നു. എനിക്ക് ശബ്ദം പുറത്തു വരത്തില്ല എന്നൊക്കെ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ നഷ്ടപ്പെടും എന്നുള്ള ഘട്ടത്തിൽ വന്നു. തന്നെയുമല്ല, എൻ്റെ ശരീരത്തിൽ ഡോക്ടേഴ്സ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ, മറ്റു മരുന്നുകൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സൂചി മിക്കവാറും ഞാൻ തറയ്ക്കുന്നത് എൻ്റെ അസ്ഥികളിന്മേലായിരുന്നു. കാര്യം അതിന് ആ മാംസം എനിക്ക് ശരീരത്തിലില്ലായിരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം. അതിന്റെ സൂചി അതിന്റെ അസ്ഥിയിൽ ചെന്ന് തറയ്ക്കുമായിരുന്നു. അതിനുള്ള ശരീരപ്രകൃതി എനിക്ക് വലിയ തൂക്കമൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ എന്നെ ചികിത്സിച്ച് ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം, ഞാൻ പറഞ്ഞല്ലോ ഈ ചികിത്സയോടുള്ള ബന്ധത്തിലും പൂജ കാര്യങ്ങളും ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ അങ്ങനെ മന്ത്രവാദ കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ഞങ്ങൾ ആകെ കടത്തിനകത്ത് അകപ്പെട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന ആ 3 സെന്റ് സ്ഥലം ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്കുകാർ കൊണ്ടുപോയി. അവിടെ നിന്നും ഞങ്ങള് കൈയൊഴിയപ്പെട്ടവരായിട്ട്, അതായത് ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് ഞങ്ങൾ അവിടെ നിന്നും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങള് നാസിക്കിൽ എന്ന സ്ഥലത്തേക്ക്, മഹാരാഷ്ട്ര നാസിക്കിലേക്ക് ഞങ്ങൾ പോകാനിടയിൽ തുടങ്ങി. താൻ ഇവിടുന്ന് പോകുമ്പോഴേ തന്റെ മനസ്സിനകത്ത് സ്വപ്നങ്ങളുണ്ടായിരുന്നു തന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് പിതാവിന്. ഞങ്ങൾ തനിക്കൊരു തലവേദനയെ തീരാൻ തുടങ്ങി തന്റെ പെരുമാറ്റത്തിൽ. കാരണം താൻ എപ്പോഴും ലഹരിക്കൊക്കെ പിന്നെ അടിമപ്പെടാൻ തുടങ്ങി. താൻ ലഹരിക്ക് അടിമപ്പെട്ടപ്പോൾ താൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഈ ലഹരിക്ക് അടിമപ്പെട്ടപ്പോൾ താൻ തന്നെ സ്വയം വിലയിരുത്താൻ തുടങ്ങി. ഇതാണ് തന്റെ ലോകം, ലഹരിയാണ് തന്റെ ലോകം, തന്റെ സുഖജീവിതം ലഹരിക്കകത്താണ്. ഈ കാണുന്ന കുഞ്ഞോ മക്കളോ, എനിക്ക് സഹോദരിയുണ്ട്, തന്റെ 2 മക്കളോ തന്റെ ഭാര്യയോ ഇതൊന്നുമല്ല അമ്മ ആസ്വദിക്കുക എന്ന് താൻ പലപ്പോഴും ബഹളങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ബോംബെയിൽ കൊണ്ടുവന്നു, ഞങ്ങളെ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നു, ഞങ്ങളെ എന്നേക്കും ഞങ്ങൾ ഇല്ലാതാക്കി, ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയും ഉപേക്ഷിക്കുക
അങ്ങനെ ബന്ധുക്കളൊന്നും ഇല്ലാത്തത് ഒരു ഘട്ടത്തിലേക്കൊക്കെ ഞങ്ങൾ വരുവാനിട ഞങ്ങൾ പലരും കൈ ഒഴിയുവാനിടയായിരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നാസിക്കിൽ എന്ന സ്ഥലത്ത് ഞങ്ങൾ 1 വർഷം താമസിച്ചു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കന്ന് 5 വയസ്സുണ്ട്. ഈ 5 വയസ്സിന് മുമ്പ് അന്നത്തെ കാലഘട്ടത്തിൽ 88-ലേക്ക് മുമ്പ് അതിന് ശേഷമുള്ള കാര്യമാണ്. അന്നത്തെ കാലഘട്ടങ്ങളൊക്കെ ഈ അങ്കമാടി എന്നുള്ളത് നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടില്ലാത്തൊരു കാലഘട്ടം. അങ്കമാടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ആയിട്ടില്ല. ആശാമ്പള്ളിക്കൂടത്തിൽ പഠിച്ച് സർവ്വ അക്ഷരങ്ങളും പഠിച്ച് ഞാൻ മലയാളത്തിന്റെ സകല അക്ഷരങ്ങൾ ആശാമ്പള്ളിക്കൂടത്തിൽ പഠിച്ച് ഞാൻ ഇവിടുന്ന് വടക്കേന്ത്യക്ക് പോയ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പഠനത്തിന്റെ ഒരു ഘട്ടത്തിലൊക്കെ സ്കൂളിലൊക്കെ പോകാനുള്ള പ്രായമൊക്കെ ആയി. ആമേൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അടുത്ത് പ്രിയപ്പെട്ടവർക്ക് നിർബന്ധിച്ചു കൊടുത്ത് നാട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, അവനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെപ്പം വേണേലും മരണപ്പെട്ടു പോകാം, അവനൊരു ശവപ്പെട്ടി മാത്രം വാങ്ങിച്ചാൽ മതി, അവനെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ എന്തിനാ കാശ് മുടക്കി പഠിപ്പിക്കുന്നത്, ഞങ്ങൾ ചികിത്സിക്കാൻ അത്ര. അപ്പോൾ തന്നെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിലും മാർക്സിസ്റ്റുകാരായതുകൊണ്ട് തന്നെ ലഹരിയൊക്കെ ഉപയോഗിക്കാത്ത ഘട്ടത്തിൽ വരുമ്പോൾ തന്നെ ആരൊക്കെയോ പറഞ്ഞു കേട്ട് പേരുകേട്ട നാസിക്കിലെ പേരുകേട്ട ക്ഷേത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഒത്തിരി ഈ മലകൾ ചവിട്ടിക്കുന്ന ഒത്തിരി സ്റ്റെപ്പുകളൊക്കെ ചവിട്ടി കയറി പോകുന്ന ആ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ അറിയപ്പെട്ട മോസ്കുകളിൽ, മുസ്ലിം മോസ്കുകൾ എന്നെ കൊണ്ട് ഓദിക്കുമായിരുന്നു. അതൊക്കെ രഹസ്യമായിട്ടായിരുന്നു. അങ്ങനെ എങ്ങനെയും എനിക്കൊരു മാറ്റമുണ്ട്. എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടായിരുന്നു പിതാവ് അങ്ങനെ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുവരെ എൻ്റെ പിതാവ് കൂടുതലായിട്ട് ലഹരിക്ക് താൻ വിധേയപ്പെടാൻ തുടങ്ങി. ആമേൻ. അങ്ങനെ ഓരോ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് താന് അവിടുത്തെ ആയിരുന്ന MLA-യുടെ ഒരു കാറും എടുത്തുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട്, എൻ്റെ പിതാവിന് നാസിക്കിൽ ഒരു ടയർ കടയായിരുന്നു. ആ ടയർ കട നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ടയർ അതിന് കട്ട പിടിപ്പിക്കാനായിട്ട് ആ MLA-യുടെ കാറ് പാച്ച് വർക്കിനായിട്ട് ചില വണ്ടിയുടെ മൊത്തത്തിലുള്ള ചില വർക്കിനായിട്ട് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടിരുന്ന അവിടുത്തെ വർക്ക്ഷോപ്പുകാരനെയും മറ്റു ചില മദ്യപാനികളായ മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെയും കൂട്ടി അത്യാവശ്യം കുറച്ച് ചെറിയ വണ്ടികളുടെ ടയർ ആ വണ്ടിക്കകത്ത് ഡിക്കിക്കകത്തൊക്കെ നിറച്ച് അവര് ആ കാറും എടുത്തോണ്ട്, വലിയ കാറായിരുന്നു, ആ കാറും എടുത്തോണ്ട് അവര് പോകുന്ന വഴിക്ക് അത് ലോറിയിൽ ചെന്നിടിച്ച് തനിക്ക് ആ കാറ് നാമാവിശേഷമുള്ള തകർന്ന് തരിപ്പണമായി പോയി. അങ്ങനെ തൻ്റെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞു, തലയ്ക്ക് പരിക്കുകളേറ്റു. അങ്ങനെ പ്രയാസമായി ചെന്ന് കൂട്ടുകാർക്കെല്ലാം പലർക്കും അപകടം പറ്റി. ഈ MLA അദ്ദേഹം വന്നിട്ട് പപ്പ നടത്തിക്കൊണ്ടിരുന്ന ടയർ കട മുഴുവൻ കത്തിച്ചു. ഒത്തിരി കടബാധ്യതയ്ക്കകത്ത് ഞങ്ങൾ അകപ്പെട്ടെടുത്ത് അപ്പുറത്തുള്ള വർക്ക്ഷോപ്പും ഒക്കെ കത്തിച്ചു. അങ്ങനെ അവർക്ക് ഒത്തിരി രൂപ കൊടുക്കണം പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് വൈകുന്നേരം ആയപ്പോൾ ചായയും കൊണ്ട് കടയിൽ ചെന്നപ്പോഴാണ് കട മുഴുവൻ കത്തിക്കിടക്കുവാണ്. അങ്ങനെ അടുത്തുള്ള സുഹൃത്തുക്കളും അത്യാവശ്യം ചില മലയാളികളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ആശുപത്രിയൊക്കെ തിരക്കി പിടിച്ച് അവിടെ ചെന്നപ്പോൾ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ബോധമില്ലാതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ പിതാവ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ പഞ്ചസാര ഫാക്ടറിയിലേക്ക് കരിമ്പും കൊണ്ട് പോകുന്ന ചില പ്രിയപ്പെട്ടവർ എൻ്റെ പിതാവിന് അപകടം പറ്റി എന്ന് ഒരു വാർത്ത കേട്ടു. അവരത് അറിയേണ്ടതിന് ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട കാര്യം, അവരുടെയൊക്കെ വണ്ടിയുടെ ഒക്കെ കംപ്ലൈന്റ് എല്ലാം എൻ്റെ പപ്പ തീർത്തു കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട ആളായിരുന്നു അവർക്കൊക്കെ. ഞങ്ങൾക്ക് വീട്ടുകാർക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ പോലും തൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആർക്കും എന്ത് ഉപകാരം ചെയ്യപ്പെടുന്ന അവരൊന്നും മനസ്സിൽ ചിന്തിച്ചാൽ മതി, അപ്പൊ തന്നെ എൻ്റെ പിതാവ് അവർക്ക് വേണ്ടി ചാടിയിറങ്ങും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, പരോപകാരിയായിരുന്നു. പക്ഷെ വീട്ടിനോടുള്ള ബന്ധത്തിൽ താൻ ഒരു ഉത്തരവാദിത്തമില്ലായിരുന്നു. താൻ എപ്പോഴും പറയുമായിരുന്നു, വീടല്ല എൻ്റെ ലോകം, അല്ലാതാണ് ഞാൻ എൻ്റെ ശരീരത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആർക്കും എന്തും ചെയ്തു കൊടുക്കും എന്ന് പറയും. അങ്ങനെ എൻ്റെ പിതാവ് ആ പഞ്ചസാര ഫാക്ടറിയിലേക്ക് പ്രിയപ്പെട്ടവർ കാണാൻ വന്നു. അവര് ഈ അവസ്ഥയെ കണ്ടറിഞ്ഞു കുറെ രൂപ ഇതിനെ കൊടുക്കാൻ പിടിക്കാൻ ഏൽപ്പിച്ചു. ഈ ചികിത്സയായിട്ട് ആവശ്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ രൂപ കൈ കൊടുത്തു. ആ രൂപ തൻ്റെ കയ്യിൽ കിട്ടി. അപ്പോഴത്തെ ഏകദേശമൊക്കെ താൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നടക്കത്തക്ക ഘട്ടത്തിലേക്ക് വന്നു. പക്ഷെ അവിടെ നിന്നും താന് ആശുപത്രിക്കാരോട് പോലും പറയാതെ അറിയിക്കാതെ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞത്, കാര്യം ഞങ്ങൾക്ക് ആശുപത്രി ചെല്ലാനാണ് അനുവാദമില്ലായിരുന്നു. കാരണം ഭാഷ അറിയാത്തൊരു നാട്ടിലാണ് ഞങ്ങളെ കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഭാഷ ബന്ധങ്ങളൊന്നുമില്ല, പരിചയപ്പെട്ടവരും അത്യാവശ്യം മലയാളികളുടെ ഒരു സൗഹൃദം കൊണ്ടാണ് ഞങ്ങളവിടെ ജീവിച്ചു പോകുന്നത്. ആ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം രാത്രി എൻ്റെ പിതാവ് ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോഴും തൻ്റെ കയ്യിൽ മദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അസമയത്ത് വന്ന് കയറിയതുകൊണ്ട് എൻ്റെ മാതാവ് ചോദിച്ചു, എന്തിനാ ചേട്ടാ ഇപ്പം വന്നത്, ചികിത്സ ഭേദമായി കൂടായിരുന്നോ, ഇത്രയും എന്തിനീ അവസ്ഥയിൽ ഇങ്ങനെ വന്നത്, ഞങ്ങൾക്കൊന്ന് അടുത്ത് വന്നിരിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു ഭാര്യയുടെ കടപ്പാടെന്ന നിലയിൽ ചില കാര്യാദികൾ ചോദിച്ചത് അതിൽ നിന്നും പിടിച്ച്
വീണ്ടും താൻ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അങ്ങനെ വലിയ പ്രശ്നങ്ങളായി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മാതാവിന്റെ തല ആ തലമുടിയിൽ പിടിച്ച് ഭിത്തിയിൽ ശക്തമായിട്ട് ഇടിച്ച് ആ ഭിത്തി മുഴുവൻ ബ്ലഡായി. ആ വാടക വീട്ടിൽ മൊത്തം ബ്ലഡായി. അതിന്റെ ഉടമസ്ഥരൊക്കെ വന്ന് അന്വേഷിച്ചു, പിടിച്ച്. കാര്യം മാതാവ് ബോധമില്ലാതെ നശിച്ചു. അങ്ങനെ തന്റെ കയ്യിൽ പിടിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഈ നോട്ടുകൾ എത്ര രൂപയുണ്ടായിരുന്നു? എന്റെ ഒരു അറിവ് അനുസരിച്ച് എന്റെ പപ്പ പറഞ്ഞു കേട്ടിട്ട് ഒരു 35,000 രൂപയ്ക്ക് മേളുണ്ടായിരുന്നു. ആ 88-ലെ കാര്യമാണ് ഈ പറഞ്ഞത്. ആ ഏകദേശം 35,000 മേലുള്ള രൂപ താണത് ചോദിച്ച ചോദ്യം എനിക്ക് പിടിച്ചില്ല എന്ന് പറഞ്ഞ് ലഹരിയുടെ പുറത്ത് എനിക്ക് പണമൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് ഇനി ഞാൻ വിചാരിച്ചു എനിക്ക് പണം ഉണ്ടാക്കാൻ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് താനത് വലിച്ചു കീറുവാനെടുത്തത്. അങ്ങനെ ഞങ്ങളുടെ റൂമില് ഈ ഈ റൂമിൽ മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കളിക്ക് വേണ്ടിയിട്ട് അവരുടെ നോട്ട്ബുക്കിനകത്ത പേപ്പറുകൾ 4-5 കഷ്ണങ്ങളായിട്ട് വലിച്ചു കീറുന്നത് പോലെ എന്റെ പിതാവ് എല്ലാ നോട്ടിന്റെ പകുതി വെച്ച് വലിച്ചു കീറുന്ന റൂം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു ഘട്ടം. ആ കാലഘട്ടത്തിൽ 50-ന്റെയും 100-ന്റെയും നോട്ടുകൾ മാത്രമുള്ള കാലഘട്ടം. 50-ന്റെയും 100-ന്റെയും നോട്ടുള്ള ഒരു കാലഘട്ടം. ആ പഴയ 100-ന്റെ ഒക്കെ കാലഘട്ടത്തിൽ ആ റൂമിലെല്ലാം കുറച്ച് ഒന്നോ രണ്ടോ കട്ട് എൻ്റെ മമ്മിക്ക് പൈസ കയ്യിൽ കിട്ടി. ഈ തന്റെ അവസ്ഥയിൽ ഞങ്ങൾ പോയി അമ്മയെ വിളിച്ച്, അമ്മ വെള്ളം അമ്മ ചോദിച്ചു. ഞങ്ങൾ വെള്ളം എടുത്ത് അമ്മയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. അമ്മ എഴുന്നേറ്റ് ഭിത്തിയിൽ ചാരിക്കുമ്പോൾ ഈ നോട്ടുകെട്ടുകൾ അമ്മയെ കൈ കിട്ടി. അമ്മ അതും എടുത്തോണ്ട് മുഖമൊക്കെ ഒന്ന് കഴുകി. കാലുകൾ നിലത്തുറക്കത്തില്ല, ബ്ലഡ് പോയിട്ടുണ്ട്, കണ്ണിൽ നിന്നും ബ്ലഡൊക്കെ ഒലിക്കുന്നുണ്ട്, ഇനിയും ജീവിക്കണ്ട എന്ന് പറഞ്ഞൊരു മാതാവ് അതിനു മുമ്പേ പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഇനി നാട്ടിലോട്ട് വരാൻ കഴിയത്തില്ല. ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം പോയി, നാട്ടിൽ ആരും സ്വീകരിക്കത്തില്ല. ഈ ഒരു ഹൈന്ദവ രീതി അനുസരിച്ച് ഈ ചെങ്ങന്നൂർ ഈ ഭാഗത്തോട്ടോ ഞങ്ങളുടെ ഈ വടക്കോട്ടുള്ള ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, ഈ മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ആ ഭർത്താവിന്റെ വീടുമായിട്ട് കഴിഞ്ഞോണം. പിന്നെ ഒരു അന്യായിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ കാണുന്നത്. അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല, വല്ലപ്പോഴേക്ക് വരാൻ അമ്മേച്ചനെയും കാണാം. അതുകൊണ്ട് ഇനി സ്വന്തം വീട്ടിലേക്ക് വരാൻ ഒരു നിവൃത്തിയില്ല എന്നൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ മാതാവ് ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യം, ഞാനൊരു രോഗി, ഞാനും അമ്മയും മരിച്ചു എന്റെ പെങ്ങൾ അനാഥയാവും, അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് അല്ലെങ്കിൽ എങ്ങനെയും കൊലപാതകം നടത്തിയിട്ട് എന്റെ മാതാവ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിയിൽ കിട്ടിയ പൈസയ്ക്ക് ട്രെയിൻ കയറുക, അല്ലെങ്കിൽ ആത്മഹത്യ. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ടിക്കറ്റ് ഒന്നും എടുക്കാൻ അറിയാത്തത് കൊണ്ടും പോലീസുകാര് ശ്രദ്ധിച്ചപ്പോൾ കാര്യം ആ പോക്കിനിടയിൽ തുണിയൊക്കെ എടുക്കാൻ മറന്നു പോയത് കൊണ്ട് വരുന്ന വഴിക്ക് അമ്മ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് മരിച്ചേക്കാന്നും പറഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് അവിടെ നടക്കാനുള്ള ദൂരേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് ഞങ്ങള് ഒരു റെയിൽവേ സ്റ്റേഷൻ കുറച്ച് അകലം മാറി ഞങ്ങൾ റെയിൽവേ പാളത്തെ പോയി മരണത്തിന് വേണ്ടി കാത്തു നിന്ന ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ നല്ലതായിട്ട് വിറയ്ക്കുന്ന കാലഘട്ടം, നല്ലതായിട്ട് കാര്യം തണുപ്പുള്ള സമയത്താണ്. ആ തണുപ്പുള്ള സമയത്ത് ഞങ്ങളെയും പിടിച്ചുകൊണ്ട് ഉടുപ്പിന്റെ ബട്ടൺസ് ഒന്നും ഇടാൻ പോലും അമ്മ സമ്മതിക്കാതെ മരണത്തിലേക്ക് ഓടുന്ന ഒരു മാതാവ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളെ പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ഞങ്ങളെ നല്ലതായിട്ട് വിറയ്ക്കുന്നു, നല്ലോണം തണുപ്പുള്ള ഒരു സമയം. ആ ഘട്ടത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ ട്രെയിനൊന്നും സമയത്തിനൊന്നും എത്തിയില്ല. ഇതിനിടവേളയിൽ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഭവനത്തിനകത്ത് നിരീക്ഷിച്ചിട്ടുണ്ട്. അച്ഛന്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, മലയാളികളായിട്ട് പ്രിയപ്പെട്ടവർ. ചില മദ്യപിക്കാത്തവരുണ്ട്, ചില മലയാളികൾ, ചില ആന്റിമാരുണ്ട്. അവരൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാര്യം എൻ്റെ മാതാവ് ഒരു നല്ലൊരു പാചകക്കാരിയാണ്. നല്ലവണ്ണം നല്ല നിലയിൽ രുചികരമായ കേരളീയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവർക്കൊക്കെ അവരുടെ ഭവനങ്ങൾ അമ്മ പോയി ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്മയെ വലിയ സന്തോഷമുള്ളത് പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനകത്ത് അവർക്ക് നേരിട്ട് ഇടപെടാൻ പറ്റാത്തതുകൊണ്ട്, കുടുംബ പ്രശ്നം മറ്റ് വിഷയങ്ങളൊക്കെ എൻ്റെ പിതാവ് അവരെ നടിപ്പിക്കാത്തതുകൊണ്ട് അവർക്ക് അടുക്കാനും കഴിയത്തില്ല. ആ ഒരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ വീട് വിട്ടിറങ്ങിപ്പോ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ പുറകെ വന്ന് അവിടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ട് ദൂരെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ അവരെ കണ്ടപ്പോഴവര് ഞങ്ങളോട് പറഞ്ഞത്, അങ്ങനെ ആ റെയിൽവേ പാളത്തിൽ നിന്നും ആ ഘട്ടത്തിൽ ഞങ്ങൾ അവരെ പിടിച്ച് വലിച്ചു മാറ്റാണ്ടത്. ഞങ്ങളുടെ അടുത്ത് ട്രെയിൻ പാസ് ചെയ്ത് പോയി ചാടുന്നതിന് മുമ്പ് തന്നെ, ട്രെയിൻ വരുന്നതിനും അടുത്തോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ രണ്ടുപേരെയും, ഞങ്ങളെ പെങ്ങളെയും എന്നെയും എൻ്റെ അമ്മയും കൂടെ അവിടെ പിടിച്ച് വലിച്ചു മാറ്റി അവിടുന്ന് ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഞങ്ങളെ കൊണ്ട്, ഞാൻ ഇപ്പോഴും ഏകദേശം 4 മണിയായി. അവർ ഞങ്ങൾക്ക് കടുങ്ങി ചായ ഇട്ട് തന്നു. ആ ഘട്ടമൊക്കെ ഇപ്പോഴും എൻ്റെ ഇന്നലെ നടന്ന സംഭവം പോലെയാണ് ചെറുതായിട്ട് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ കുറച്ചു നാൾ അങ്ങനെ അസ്വസ്ഥതയുണ്ട് എങ്കിൽ പോലും ഇതൊന്നും മറക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്കൊക്കെ എത്തി. താൻ വീണ്ടും ലഹരിക്ക് അല്പം സ്വല്പമായിട്ട് ആരും കാണാതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഒത്തുതീർപ്പൊക്കെയായി
അവർ പറഞ്ഞു ഇനി പറഞ്ഞു വിടും, ഇനി ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. മാപ്പൊക്കെ പറഞ്ഞു. അവിടുത്തെ വലിയൊരു ജന്മിയുടെ ഭവനത്തിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഇഷ്ടം പോലെ റൂമുകളുണ്ട്, ഇങ്ങനെ പണിതിട്ടിരിക്കുക വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ജന്മിയുടെ. ആ ജന്മി അദ്ദേഹം പ്രിയപ്പെട്ട ആ പിതാവ് ഞങ്ങളെ വിളിച്ച് പിതാവിനെ ശാസിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് അത്യാവശ്യം താനൊന്ന് കേട്ടു. അന്നല്ലാതെ അതിനപ്പുറമൊന്നും കേട്ടില്ല. എങ്കിലും താൻ രഹസ്യമായിട്ട് മദ്യപിക്കുകയും ലഹരികൾ ഉപയോഗിക്കുകയും ചെയ്തു. ഇതിനിടവേളയിൽ തന്നെ മറ്റ് ഈ മയക്കുമരുന്ന് ഘട്ടത്തിലേക്കൊന്നും കടന്നില്ല, കഞ്ചാവും കാര്യങ്ങളും താൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പഠിപ്പിക്കണം എന്നൊരു ഘട്ടത്തിലേക്ക് ആൾക്കാരെല്ലാം നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പിതാവ് അവിടെ ഏകദേശം ബാധ്യതകളൊക്കെ ആക്കി. ഞങ്ങളെയും കൊണ്ട് അത്യാവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കാനുള്ള ബാധ്യത കൊടുത്തിട്ട് രാജസ്ഥാനിൽ ചെന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞ പലരുടെ അഡ്രസ്സ് മേടിച്ചുകൊണ്ട് എന്റെ പിതാവ് രാജസ്ഥാനിൽ ഞങ്ങളെ കൊണ്ട് ട്രെയിൻ കയറി. രാജസ്ഥാൻ ജയ്പൂരിൽ ഒരു 2 വർഷക്കാലം താമസിച്ചു. നാസിക്കിൽ 1 വർഷം താമസിച്ചു. അങ്ങനെ ജയ്പൂരിൽ 2 വർഷം ഞങ്ങളവിടെ താമസിക്കാനിടയായി തീർന്നു. ഈ 2 വർഷവും അവിടുത്തെ പല പ്രിയപ്പെട്ട ഞങ്ങൾക്ക് നാസിക്കിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മലയാളി സൗഹൃദങ്ങൾ ജയ്പൂരിൽ നിന്നും കിട്ടുവാനിടയായി തീർന്നു. അവിടെ ചെന്നപ്പോഴും ഇതുപോലൊക്കെ തന്നെ എൻ്റെ അസുഖത്തിനൊന്നും ഭേദമൊന്നും ഉണ്ടാകില്ല. വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി, പല ക്ഷീണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, പല ഘട്ടങ്ങളിൽ ഞാൻ മയങ്ങി വീഴുന്നൊരു ഘട്ടം വന്നു. മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോഴും പള്ളികളിൽ പ്രസംഗിക്കുമ്പോഴും ചർച്ചകളിൽ പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്, പലരും വല്ലപ്പോഴൊരുക്കി ആശുപത്രിയിൽ പോകുന്നത് ആ ഒരു അസുഖം വന്നാൽ കഴിവതും അങ്ങനെ ആശുപത്രി പോകാറില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് പേടിച്ചും മറ്റ് അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടും ഒക്കെ ആശുപത്രി കിടക്കാനുള്ള. പക്ഷെ വല്ലപ്പോഴൊക്കെ നിങ്ങളൊക്കെ വല്ലപ്പോഴൊരുക്കി ആശുപത്രിയിൽ പോകുന്നത് പോലെ ഞാൻ വല്ലപ്പോഴൊരിക്കായിരുന്നു വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത്. മിക്കപ്പോഴും ആശുപത്രികളിലായിരുന്നു, മിക്കപ്പോഴും ആശുപത്രി കിടക്കുമായിരുന്നു. ഞാൻ വല്ലപ്പോഴൊരിക്കായിരുന്നു വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. കാര്യം അധ്വാനിക്കുന്നതിന്റെ ഏറിയ സമ്പാദ്യവും അല്ലെങ്കിൽ ആശുപത്രി കൊടുക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നു. അമ്മ പലരോടും കടം മേടിക്കാൻ തുടങ്ങി. ഈ ജയ്പൂരിൽ ചെന്നപ്പോൾ പലരുടെയും സ്വർണ്ണാഭരണങ്ങൾ മേടിച്ച് അമ്മ പണയം വെക്കാൻ തുടങ്ങി. ആ ഒരു ബന്ധത്തിലേക്കൊക്കെ എത്തി. ഞങ്ങളുടെ നാട്ടിലുള്ള ഈ ചെങ്ങന്നൂർ ഭാഗത്തുള്ള പല ബന്ധുക്കളും അവിടെ കാണാൻ തുടങ്ങി. അവരൊക്കെ ഇതിനിടവേളയിൽ തന്നെ അമ്മയുടെ 2 സഹോദരങ്ങൾ അവിടെ തിരക്കി വന്നു, രാജസ്ഥാനിൽ തിരക്കി വന്നു, അന്വേഷിച്ച് അവിടെ വന്നു. അവരും പിതാവിനോടൊപ്പം കൂടി. ആദ്യമൊക്കെ മദ്യപിക്കാത്ത സഹോദരങ്ങളായിട്ടൊക്കെ മാറി നിന്നു, ഉപദേശകനായിട്ടും പെങ്ങളുടെ സംരക്ഷകരായിട്ടൊക്കെ നിന്നു. പിന്നത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പിന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ എന്റെ പിതാവിനോട് ഒരുമിച്ച് ലഹരികൾ ഉപയോഗിക്കുകയും ആർത്തുല്ലസിക്കുകയും ചെയ്യുന്ന 2 അങ്കിളുമാരെ, 2 അമ്മാച്ചന്മാരെയാണ് ഞാൻ കാണാനിടയായി തീർന്നത്. അവരെയും കൊണ്ടൊരു ആശ്വാസം ഉണ്ടായില്ല. ഈ വേളയിൽ അപ്പോഴും ഞങ്ങൾക്ക് ഈ യേശു എന്ന് പറഞ്ഞ വ്യക്തിയെ, യേശു എന്ന് പറഞ്ഞ ദൈവത്തെ ഞങ്ങൾക്ക് ഭയങ്കര അറപ്പും വെറുപ്പും ഉള്ളൊരു കാര്യം. ഇതിനുള്ള ഇടവേളയിൽ ഞങ്ങൾക്ക് പലരും ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. കാര്യം ഞങ്ങൾ അറിയപ്പെട്ട ഒരു നായർ കുടുംബത്തിൽ ജനിച്ചവരാണ്. ഞങ്ങൾ അറിയപ്പെട്ട വലിയ സ്വന്തമായിട്ട് അമ്പലമുള്ളവരാണ്, സ്വന്തമായിട്ട് ആചാരങ്ങൾ ഉണ്ടായിരുന്നവരാണ്, ഒത്തിരി നിലം അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യുന്ന വയലുണ്ടായിരുന്നവരാ. അങ്ങനെ പഴയ പ്രതാപത്തിന്റെ പ്രൗഢിയിൽ ജീവിച്ച ഒരു വലിയ ഒരു കുടുംബത്തിലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നിനും കുറവില്ല. ഞങ്ങളുടെ അഹന്തതയിൽ, ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ഭയങ്കര ദുരിതം ഞങ്ങളുടെ ഭവനത്തിനകത്ത് കൊടി കൊത്തി വാഴുമ്പോഴും അസമാധാനം ഞങ്ങളുടെ ഭവനത്തിനകത്ത് വരുമ്പോഴും, ഞാൻ പറഞ്ഞല്ലോ എന്റെ മാതാവ് നല്ല ഭക്ഷണം പാകം ചെയ്യുന്ന വ്യക്തിയാ. വെച്ച ആഹാരം കഴിക്കാൻ സമയം ഒക്കാതെ വരുമ്പോഴും കഴിപ്പിക്കാതിരിക്കുമ്പോഴും ഞങ്ങളുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാത്തൊരു കാലഘട്ടം. ഞങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു പാപം, ഇഷ്ടംപോലെ ബന്ധുക്കൾ ഉണ്ടെന്നൊരു പാപം, ഒത്തിരി സ്വന്തക്കാരുണ്ടെന്നൊരു പാവം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാതാവിന്റെ ആങ്ങളമാർ 2 പേരും കൂടി തിരക്കി വന്നു. അവരവിടെ വന്നിട്ട് പിതാവിനോട് ഒരുമിച്ച് ലഹരിയിലൊക്കെ നന്നാക്കാൻ വന്ന സഹോദരങ്ങൾ അവർ അദ്ദേഹത്തോടൊപ്പം ദുർസ്വഭാവത്തിലേക്കും അതിക്രമത്തിലേക്കും അവരും തരം താഴുവാനിടയിൽ തീർന്നു. ആ വേളയിൽ തന്നെ അവരുടേതായ കുടുംബജീവിതം അവർ തിരഞ്ഞെടുക്കാനുണ്ടെന്ന് അവിടെ വെച്ച് തന്നെ അവരുടേതായ ലൈഫ് അവരവിടെ വെച്ച് തിരഞ്ഞെടുത്ത് അവരുടേതായ വഴി നോക്കി അവരങ്ങ് പോയി. അവര് വേറെ കുടുംബമായി അവർ മാറി താമസിക്കാൻ തുടങ്ങി. വീണ്ടും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു രാത്രിയിൽ എൻ്റെ പിതാവ് എന്നോടുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല, ഞാൻ കാരണമാണ് വീട് തകർന്നത്, എൻ്റെ ചികിത്സ കൊണ്ടാ, എന്തെങ്കിലും ഒരു കാരണം പ്രശ്നങ്ങൾ എൻ്റെ പിതാവ് ഉണ്ടാക്കി ഓരോ ദിവസവും അസ്വസ്ഥത ഉണ്ടാക്കും. ചോറ് വേണം ചോദിച്ച പ്രശ്നം. ഞാനിപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, മദ്യപാനികളായിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ വീഡിയോ കാണുന്ന എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോടും അവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. അസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. മദ്യപാനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട. അവർ എന്തിനേയും ചൊല്ലി അവർ കാരണം
പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എൻ്റെ പിതാവിനോട് അമ്മ പൈസ ചോദിച്ച പ്രശ്നം, പൈസ ചോദിച്ചില്ലേ പ്രശ്നം, എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ പ്രശ്നം, എനിക്ക് അസുഖമില്ല മരുന്ന് കൊടുത്തില്ലേ പ്രശ്നം, ചായ നേരത്തെ കൊണ്ടുവന്ന പ്രശ്നം, ചായ താമസിച്ചു കൊണ്ടുവന്ന പ്രശ്നം, ചൂട് കുറഞ്ഞ പ്രശ്നം, അങ്ങനെ എല്ലാം പ്രശ്നത്തിന്റെ ഒരു ഘട്ടത്തിൽ എന്നും പ്രശ്നങ്ങളോടുകൂടി എന്നും എൻ്റെ മാതാവിനെ മൃഗീയപരം ഒരു അടിമയെ ഉപദ്രവിക്കുന്ന പോലെ എൻ്റെ മാതാവിനെ ഉപദ്രവിക്കുമായിരുന്നു. ഒരു സാധുവിനെ പോലെ എൻ്റെ പിതാവിന് വിധേയപ്പെട്ട്. കാര്യം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വീട്ടിനകത്ത് വളർന്നത്. എൻ്റെ വല്യമ്മച്ചി, എൻ്റെ മാതാവിന്റെ അമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് വളരെ ചെറുപ്രായത്തിലെ 18 വയസ്സ് തികയുന്നതിനുള്ളിൽ തന്നെ ആ കാലഘട്ടത്തിൽ കെട്ടിച്ചു വിടുവാനിടയിൽ തീർന്നു. അപ്പൊ വളരെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതഭാരം ഏറിയ ഒരു വ്യക്തിയാണ് എൻ്റെ മാതാവ്. അങ്ങനൊന്നും എതിര് സംസാരിക്കാൻ പറ്റാത്ത, ആണുങ്ങൾക്ക് നേരെ നിന്ന് സംസാരിക്കാത്ത ഒരു കുടുംബത്തിൽ അങ്ങനെ കണ്ടു വളർന്നതായതുകൊണ്ട് പിതാവിന് ഭയങ്കര ഭയമായിരുന്നു. തന്നെയുമല്ല, ഈ RSS ശാഖയിലെ ഒരു മാസ്റ്റർ ആയിരുന്നു. കായിക അഭ്യാസങ്ങൾ RSS ശാഖ പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ആയിരുന്നതുകൊണ്ട് തന്റെ ഒരു കൈപ്രയോഗത്തിൽ തന്നെ ഒറ്റയിടിക്ക് തന്നെ മൂക്കിക്കൂടും വായിക്കൂടും ചെവിക്കൂടും ബ്ലഡ് വരും. അതെങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ ഘട്ടത്തിലേക്ക് അവസ്ഥ വന്നപ്പോഴത്തേക്ക് തന്നെ എൻ്റെ രാത്രിയില് എൻ്റെ പിതാവ് എൻ്റെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഞാൻ തലകീഴായിട്ട് നിൽക്കുക. ആദ്യം ഞാൻ കരുതി എന്നെ കെട്ടി തൂക്കിയിട്ടിരിക്കുവാന്നു. എൻ്റെ കാല ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് എന്നെ ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ രണ്ട് കാൽ, ഞാൻ തല താഴെയും കാലും മേളുമായിട്ട് എൻ്റെ പിതാവിനെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ബഹളം കാരണം അടുത്തുള്ള രാജസ്ഥാനികളൊക്കെ, താഴത്തെ വീട്ടുകാരൊക്കെ വന്ന് അവരെല്ലാം വന്ന് പിടിച്ചു വാങ്ങിച്ചു. ഭയന്ന് വിറച്ച് എൻ്റെ പെങ്ങള് അവിടെ ഒരു ചെറിയ ഈ നെയ്യൊക്കെ കാച്ചുന്ന ഒരു ചൂള പോലെ ഒരു ചെറിയ അടുപ്പുണ്ട് അവിടെ അതിന്റെ കീഴിൽ പോയി പാത്തിരുന്നു. അങ്ങനെ വലിയ അസ്വസ്ഥത ഞങ്ങളുടെ കുടുംബത്തിനകത്ത്. ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, അസമാധാനം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് താണ്ഡവം ആടുമായിരുന്നു. താണ്ഡവം ആടി അസമാധാനം ഇങ്ങനെ കൊടി കൊത്തി വാഴുമ്പോൾ അപ്പോഴും ഞങ്ങളുടെ ഭവനത്തിനകത്ത് നേർച്ച കാഴ്ചകൾക്ക് ഒന്നിനും മുടക്കം വരുത്തത്തില്ല. കാര്യം അതിന്റെ കോപമാണ്, അതിന്റെ ശാപമാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് എൻ്റെ മമ്മയുടെ സ്വദേശത്തുള്ള ബന്ധുക്കളുമായിട്ടുള്ള കണക്ഷനൊക്കെ എൻ്റെ പിതാവ് വിച്ഛേദിക്കുവാനായിട്ടൊന്നും ബന്ധമൊക്കെ വേണ്ട, അവർ നാടുമായിട്ടൊന്നും ബന്ധപ്പെടാൻ താൻ സമ്മതിക്കാതായി. നല്ലവണ്ണം, ഞാൻ പറഞ്ഞല്ലോ, നല്ലവണ്ണം അധ്വാനിക്കും. താന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ഒരു വീട്ടിലേക്ക് വേണ്ടതായ ഇലക്ട്രോണിക്സ് സാധനങ്ങളെല്ലാം ഞങ്ങളെയും കൊണ്ട് രാത്രി മേടിപ്പിച്ചോണ്ട് വന്നു. അത് മേടിച്ചോണ്ട് വന്നതിന്റെ 1.5 മാസം തികഞ്ഞില്ല, താൻ തന്നെ അത് മൊത്തം തല്ലി പൊട്ടിച്ച് പെട്രോൾ ഒഴിച്ച് അത് കത്തിച്ച് കളയാനെടുത്തു ആ റൂമിലിട്ട്. അങ്ങനെ വലിയ അസ്വസ്ഥതയായി. അപ്പോഴത്തേക്ക് എനിക്ക് 8 വയസ്സായി. 2 വർഷം അവിടെ താമസിച്ചു. രാജസ്ഥാൻ ജയ്പൂരിൽ 2 വർഷം താമസിച്ചു. ഞാൻ എന്നെയും കൊണ്ട് അവിടെ അറിയപ്പെട്ട, ഞാൻ പറഞ്ഞതുപോലെ ഓരോ വിശ്വാസത്തിൽ അധിഷ്ഠിതരായിട്ടുള്ള ആൾക്കാർ, ഓരോരുത്തരും പ്രിയര്, എൻ്റെ പപ്പയോടുള്ള സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടും ഞങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന ദുരിതം കൊണ്ടും ഈ പപ്പ ജോലിന്റെ കടയിലെ ആൾക്കാർ ഒത്തിരി കസ്റ്റമേഴ്സ് വരും. അവരെല്ലാം എൻ്റെ അനുഭവങ്ങളെ കണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പനോടൊപ്പം ഈ ടയർ കടയിൽ ചെന്ന് അതിന്റെ ടൂൾസുകളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന, അത് പൊക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. മിക്കപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആശുപത്രിയിൽ വന്നിട്ട് വല്ലപ്പോഴും ഇങ്ങനെ കടയിൽ പോയി ഇരിക്കും. എപ്പം വേണേലും മരണപ്പെടാം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം എന്നെയും കൊണ്ട് എൻ്റെ പപ്പ ഡോക്ടർ റൂമിൽ ചെന്നു. ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ എൻ്റെ പപ്പയോട് പറഞ്ഞു, നിങ്ങളുടെ നാട് പറയാതെ കേരളയാണ്. പപ്പ പറഞ്ഞപ്പം അവർ പറഞ്ഞു, നിങ്ങൾ ഇതിനെ ചികിത്സിക്കേണ്ട വല്ല കാര്യമൊന്നുമില്ല. ആ പൈസയും കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ പേര് നാട്ടിൽ എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ വെറുതെ ചികിത്സിക്കുക. ഇത് അധികം പോയാൽ ഇത് ഒരു 20 വയസ്സ് വരെ തികയ്ക്കത്തില്ല. ഒരു 15 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ മകൻ നഷ്ടപ്പെടും, ഇത് മരണപ്പെടും. ഡോക്ടേഴ്സ് പപ്പയോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തളർന്നു പോകരുത്. പപ്പ നോർമലായിട്ടാണ് അവരുടെ റൂമിൽ ചെന്നത്. ആശുപത്രിയിലൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ലഹരിക്ക് തനിക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റത്തില്ല. ആ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അപ്പനോട് പറഞ്ഞു, ഇതിനെ നാട്ടിൽ കൊണ്ടുപോകുന്നത് നല്ലത്. ഇത് മരണപ്പെട്ടു പോകുന്നല്ല പറഞ്ഞത്, ചത്തു പോകുന്ന പറഞ്ഞു. മരിക്കുക എന്നല്ല പറഞ്ഞത്, ഇത് ചത്തു പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞതായിട്ടാണ് എൻ്റെ അപ്പൻ അമ്മയോടൊക്കെ ഒന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പൊ തന്നെ പഠിപ്പിക്കാൻ അങ്ങ് സ്കൂളിലൊന്നും വിടത്തില്ല. അപ്പൊ തന്നെ വീട്ടിനകത്ത് അലോഭ്യങ്ങളും പ്രശ്നങ്ങളും ഈ പഠിത്തത്തോടുള്ള എൻ്റെ ആ ബന്ധം അങ്ങ് വിട്ടുപോയി, മനസ്സിന് താല്പര്യം അങ്ങ് വിട്ടുപോയി. പലരും സ്കൂളിൽ പോകുമ്പോൾ, അവിടെയുള്ള നാട്ടിലുള്ള രാജസ്ഥാനിലുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞാനവിടെ കളിച്ചും ഇങ്ങനൊക്കെ നടക്കുന്നു, വീട്ടിലെ പ്രശ്നങ്ങൾ കണ്ട് നടക്കുന്നു. പെങ്ങൾക്ക് അന്നേരം പഠനത്തിന്റെ പ്രായമൊന്നും ആയിട്ടില്ല, ഏകദേശം 5 വയസ്സൊക്കെ അടുക്ക് വരുത്തേ ഉള്ളൂ. അങ്ങനെ ഒരു വേളയിൽ എൻ്റെ മമ്മിയുടെ മമ്മി മരണപ്പെട്ടെന്ന് പറഞ്ഞ നാട്ടിൽ ലെറ്റർ വന്നു. ആ ലെറ്റർ വന്ന്, നമുക്കറിയാം വടക്കേന്ത്യയിൽ ഈ അപ്പന്മാരെക്കാൾ കൂടുതൽ
അമ്മമാർക്കാണ് കൂടുതൽ പ്രാധാന്യം, മാതാവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മാതാവിനെ സ്നേഹിക്കുക, മാതാവ്, മാതാജി, മാതാജി എന്നുള്ള ഒരു പ്രത്യേക ഒരു പരിഗണന കൊടുക്കുന്ന ഒരു ഘട്ടമാണ് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ. നമുക്കറിയാം, ഗുജറാത്തിലെ, രാജസ്ഥാനിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ ആ ഒരവസ്ഥയിൽ പിടിച്ചങ്ങ് കയറി. അമ്മ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് കാണാൻ പോകണം, എനിക്ക് എൻ്റെ അമ്മയുടെ ബോഡി കാണാൻ പോകണം. അങ്ങനെ അവിടുത്തെ ചില പ്രിയപ്പെട്ടവരോട് ബഹളം ഉണ്ടാക്കി. നാട്ടിലോട്ട് വരാൻ പോലും പൈസ കയ്യിലില്ല. ആ ഘട്ടത്തിൽ എൻ്റെ അവിടുത്തെ നാട്ടുകാരും ചില പ്രിയപ്പെട്ടവരുടെ സമ്പാദ്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കയറ്റി, ട്രെയിൻ കയറ്റി ഞങ്ങളോട് വിട്ടു. നാട്ടിൽ വന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 8-8.5 വയസ്സായി, 8.5 വയസ്സോളം എനിക്കായി. അങ്ങനെ വീട്ടിലെ ചടങ്ങുകളൊക്കെ കൂടി തിരികെ പെട്ടെന്ന് വീണ്ടും ഞങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോൾ ആ മകളോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ വല്യമ്മച്ചി ഒരല്പം വസ്തു നാട്ടിലുണ്ടായിരുന്നു, അത് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. സ്നേഹം കൊണ്ട് കൊടുത്ത്, എല്ലാം കൊടുത്ത് കെട്ടിച്ച് വിട്ടതാണെങ്കിൽ പോലും അല്പം വസ്തു കൂടി നാട്ടിലുണ്ടായിരുന്നു. അതുണ്ടെന്ന് എൻ്റെ പിതാവ് അറിഞ്ഞ മാത്രമേ കുറെ കച്ചവടക്കാരെ കൊണ്ടുവന്ന് അതിനെ വിൽപ്പിച്ച് വീണ്ടും ഞങ്ങളെ കൊണ്ട്, ഇനി ആരും ചോദിക്കാനല്ല, അമ്മയില്ല, അച്ഛനില്ല, മറ്റ് സഹോദരങ്ങളിൽ അവരുടെ പാട്ട് നോക്കി അവർ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കിയാലും ചോദിക്കാനും പറയാൻ ആരുമില്ല. പക്ഷെ അമ്മ പോയില്ല. അങ്ങനെ എൻ്റെ പെങ്ങളോട് ഒരുമിച്ച് എന്നെയും കൂടെ അംഗൻവാടി കൊണ്ടുവന്നു. എനിക്ക് അന്ന് 9 വയസ്സുണ്ട്. 9 വയസ്സുള്ളൊരു ഒരു കുഞ്ഞിനെ, ഒരു പയ്യനെ കൊണ്ടുവന്ന് എൻ്റെ പെങ്ങളോട് ഒരുമിച്ച് അംഗൻവാടി കൊണ്ടിരുത്തി. അങ്ങനെ വീണ്ടും 9 വയസ്സുള്ളവനായിട്ട് വീണ്ടും മലയാളം കാര്യാക്ഷരങ്ങളൊക്കെ പഠിച്ച് തുടങ്ങുന്ന വേളയിൽ എന്നെ കൊണ്ട് സ്കൂളിൽ ചേർക്കേണ്ട ഒരു പ്രായം വന്നു. 10 വയസ്സായി. ഈ 10 വയസ്സായി കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളുകാരനെ ഏറ്റെടുക്കത്തില്ല, സ്കൂളുകാർക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് പ്രായം കൂടുതലാണ്. ആ പ്രായത്തിൽ കുറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ അമ്മ ഒരു 3-ാം ക്ലാസ്സിൽ ഇരുത്താനുള്ള പ്ലാൻ വന്നു. അപ്പം ടീച്ചർ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, വലിയ പാടാണ് 3-ാം ക്ലാസ്സിലൊക്കെ ഇരുത്താൻ, ഈ കുഞ്ഞിനെ ഒന്നും അറിയത്തില്ല, ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് വന്നതല്ല, അക്ഷരത്തോടുള്ള ബന്ധമൊക്കെ വിട്ടുപോയി, ഇനി ആദ്യം തൊട്ട് കയ്യെ പിടിച്ച് എഴുതിക്കണം, വലിയ പാടുള്ള കാര്യമാണ്, ഈ 3-ാം ക്ലാസ് ഇച്ചിരി ടഫാണ് അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച്, അതുകൊണ്ട് നമുക്ക് അവനെ 2-ാം ക്ലാസ് തൊട്ട് ഇരുത്താം. ഹാജരില്ലാത്തതിനായിട്ട്, ഹാജരൊന്നും എനിക്ക് തന്നിട്ടില്ലായിരുന്നു. 2-ാം ക്ലാസ്സിൽ ഞാൻ 1 കൊല്ലം പഠിച്ചിട്ട് എനിക്ക് ഹാജര് തന്നില്ല. ഒരു ചുമ്മാ പിള്ളേരിക്കുന്ന കൂട്ടത്തിൽ ഇരിക്കുക, പഠിക്കുക എന്നുള്ളതല്ലാതെ ഹാജരൊന്നും എനിക്കില്ലാത്തതിനായിട്ട് എന്നെ ഇരുത്തി. 1-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടില്ല. സ്കൂളിലെ ജീവിതം 1-ാം ക്ലാസ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. അംഗൻവാടിയിലെ പഠിത്തം 9-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 2-ാം ക്ലാസ് തൊട്ട് 10 വയസ്സുള്ളവനായിട്ട്, 10 വയസ്സ് ഉള്ള എനിക്കന്ന് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. എന്നെ കൊണ്ടുവന്ന് പ്രായം കുറച്ച് 86-ൽ ജനിച്ച എന്നെ 89 ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തി സ്കൂളിൽ ഇരുത്തി. സ്കൂളിൽ സർട്ടിഫിക്കറ്റ്, അന്ന് ജനന സർട്ടിഫിക്കറ്റിന് ആവശ്യമൊന്നുമില്ലാത്തൊരു കാലഘട്ടം. 1995-ലെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. 1995-ലാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ നാട്ടിൽ വന്നു. 1995-96 കാലഘട്ടത്തിൽ എന്നെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു SNDP വിഭാഗത്തിൽപ്പെട്ട ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ചേർത്തു. ആ സ്കൂളില് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഹാജര് തരാതെ തന്നെ 2-ാം ക്ലാസ് തൊട്ട് ഹാജരില്ലാത്തവനായിട്ട് അവിടുന്ന് പഠനം ആരംഭിച്ചു. അങ്ങനെ സ്കൂളിൽ ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ പപ്പായ്ക്ക് ഭയങ്കര ദേഷ്യമായി. പ്രശ്നം, അവനെന്തിനാ സ്കൂളിൽ ചേർത്തത്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ താനക്ക് പഠിത്തത്തോട് വല്ലാത്തൊരു ദേഷ്യമുള്ളൊരു വ്യക്തിയായിട്ട് അങ്ങ് മാറുവാനായിട്ട് താൻ ഇവിടുന്ന് അങ്ങ് വടക്കേ ഇന്ത്യക്ക് തന്നെത്താൻ അങ്ങ് പോയി. അങ്ങനെ എന്തെങ്കിലും ജോലി തനിക്ക് കിട്ടും നോക്കണം. അങ്ങനെ താൻ സിമെന്റ് ഫാക്ടറിയിലെ ഒരു വർക്കറായിട്ട് താൻ അവിടെ കയറി. ഗുജറാത്തിലാണ് താൻ ആദ്യം പോയത്. അങ്ങനെ ഞങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. സമ്പാദ്യം ഇല്ലാത്തതിന്റെ വേണ്ടതുപോലെ അവർ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവരോടൊപ്പം പ്രതാപവും ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട്, പ്രൗഢി ഇല്ലാത്തതുകൊണ്ട്, വലിയ യോഗ്യതകളൊന്നും അവരോടൊപ്പം കിടപിടിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പേരും പെരുമയും ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് എന്നും ഞങ്ങളൊരു വിടക്കണ്ണായിട്ട് അവർ കാണാൻ തുടങ്ങി. ഞങ്ങളെ അകറ്റി നിർത്താൻ തുടങ്ങി. പല വീടുകളിലും ചെന്നാൽ ഒരു വേലക്കാരിക്ക്, ഒരു സെർവന്റിന് കൊടുക്കുന്ന ഒരു പരിഗണന മാത്രം. പല ജോലികളും പലർക്കും അറപ്പും വെറുപ്പും തോന്നിക്കുന്ന പല ജോലികളും അമ്മയെ കൊണ്ട് ഒരു ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അമ്മാച്ചന്മാരെ ഏൽപ്പിച്ചു. അമ്മയുടെ അമ്മാച്ചന്മാര്, ചിറ്റപ്പന്മാര്, അങ്ങനെ ബന്ധുമിത്രാദികള്, അങ്ങനെ ഞങ്ങള് വലിയ ബന്ധുബലമെന്ന് കണ്ടവരൊക്കെയും ഞങ്ങളെ അറപ്പും വെറുപ്പും കാണാൻ തുടങ്ങി. ഞങ്ങളുടെ മമ്മിയുടെ സ്വദേശത്ത്, പപ്പയുടെ സ്വദേശത്ത് ചെല്ലാനേ പറ്റത്തില്ല. അങ്ങനെ മമ്മിയുടെ സ്വദേശത്ത് ഈ കൊഴുവല്ലൂരിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന നാട്ടിൽ വന്ന് സ്കൂളിലൊക്കെ പഠിച്ചു. അങ്ങനെ 3-ാം ക്ലാസ് തൊട്ട് ഹാജരുള്ളവനായിട്ട് പഠിച്ചു. അങ്ങനെ അപ്പൊ തന്നെ എൻ്റെ പെങ്ങൾ 89 ജനിച്ചതാ. ഞാൻ 86 ജനിച്ചപ്പോ എൻ്റെ പെങ്ങൾ 89 ജനിച്ച എൻ്റെ പെങ്ങളെ അവളെ 90-ൽ ഇരുത്തിക്കൊണ്ട്, 90-ലെ ഡേറ്റ് ഓഫ് ബർത്ത് ആക്കിക്കൊണ്ട് ഒരു തിരിമറി. അതായത് അന്ന് എന്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് പേപ്പറിൽ മാത്രം എഴുത്തിക്കുത്തുള്ള ഒരു കാലഘട്ടം, കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തി അങ്ങനെ പഠനം മുൻപോട്ട് പോയി.
അങ്ങനെ എൻ്റെ മാതാവ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 27 വയസ്സുള്ള എൻ്റെ മാതാവ്, എൻ്റെ അമ്മ സ്വന്തം ആങ്ങളുടെ ഭവനത്തിൽ വരെ നാട്ടിലുള്ള ആങ്ങളുടെ ഭവനത്തിൽ വീട്ടു ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. വീട്ടു ജോലി ചെയ്ത് ഞങ്ങളെ വളർത്തുവാൻ തുടങ്ങി. ഞങ്ങളെ എന്ത് വില കൊടുത്തും പഠിപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ഇനി ഞങ്ങളുടെ കാലത്ത് താൻ സുഖ സൗകര്യം അനുഭവിക്കണം, സന്തോഷം അനുഭവിക്കണം എന്നുള്ള ഘട്ടത്തിലേക്ക് താൻ വന്നു. താൻ അങ്ങനെ തീരുമാനം, താന് എന്ത് മാന്യമായിട്ടുള്ള ജോലിയും ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. ആങ്ങളമാരെങ്കിൽ ആങ്ങളമാര്, ചിറ്റപ്പന്മാരെങ്കിൽ ചിറ്റപ്പന്മാര്, സ്വന്തം അപ്പന്റെ വീടെങ്കിൽ അപ്പന്റെ വീട്, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തി. അങ്ങനെ വീട്ടു ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളെ വളർത്തുന്നു. പലപ്പോഴും താൻ ഇടയ്ക്കിടയ്ക്ക് വടക്കേന്നിന് വരും. വലിയ പ്രൗഢിയോടും വലിയ ഈ നിലവാരത്തിലൊക്കെ അവിടുന്ന് വരുന്നതൊക്കെ തന്നെ. പക്ഷെ താൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ആരുടെയെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ കടം മേടിച്ച് അമ്മ എങ്ങനെയെങ്കിലും കയറ്റി വിടും. കാര്യം പിന്നെ തന്നെയും കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാര്യം അതേപോലെ തലവേദനയുമാണ്. തന്നെ വീട്ടിൽ പ്രശ്നങ്ങളാണ്. രാത്രിയിലൊക്കെ ചീട്ട് കളിച്ചിട്ട് വെളുപ്പാങ്കാലത്തൊക്കെ വീട്ടിൽ വന്ന് കയറുന്നത്. അപ്പോഴും അമ്മ വീട്ടു ജോലി ചെയ്താണ് എൻ്റെ അച്ഛനും കൂടെ ഉള്ള നന്മകൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്ന് വെക്കുക. ആ 7 ദിവസവും ഉള്ളവരോട് മുഴുവൻ ബ്ലേഡുകാരോടും, മുഴുവൻ ബ്ലേഡ് പലിശക്കാരോടും അമ്മ പൈസ എടുക്കാൻ തുടങ്ങി. പൈസ എടുത്തിട്ട് ഓരോ ദിവസക്കാരോട് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പശുവിനെ മേടിച്ചു. അങ്ങനെ വളർത്തുവാൻ ഞങ്ങൾ ജീവിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാ ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പല ആഗ്രഹങ്ങളും ഞാൻ പറയുമ്പോഴൊന്നും അമ്മ എന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ച് തരാൻ പറ്റത്തില്ല. കാര്യം നല്ലൊരു വീട് വേണം എന്നുള്ള സ്വപ്നമായിരുന്നു. അങ്ങനെ ഈ വല്യമ്മച്ചി കൊടുത്ത 5 സെന്റ് സ്ഥലം വെച്ചിട്ട് അല്പം മാറി വേറൊരു വസ്തു മേടിച്ച് അവിടെ ഞങ്ങൾ താമസം ആരംഭിച്ചു. ആ താമസം ആരംഭിച്ച് ഏറി മുഴുവൻ മദ്യപാനികളും വാറ്റുകാരും ഒക്കെ ഏറിയായിരുന്നു. എൻ്റെ പിതാവ് അങ്ങനെ ഒരു ദേശം നോക്കി മേടിച്ചത്. വാറ്റുകാരുടെ കാര്യം എനിക്ക് സമയം സന്ദർഭം നോക്കി കുടിക്കുകയും ചെയ്യാം, കാര്യാദികൾ നടക്കുകയും ചെയ്യും. അങ്ങനെ താൻ മദ്യം ഉണ്ടാക്കുന്ന വാറ്റുകാരുടെ ഏറിയൽ എന്ത് ചെയ്തു, എൻ്റെ പിതാവ് ആ സമേതം ഈ സർക്കാർ വാറ്റാനൊരു ഓർഡർ കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം. അത് ഈ ആന്റണി കേരളം ഭരിക്കുന്ന സമയത്താണ് അതൊക്കെ നിർത്തലാക്കിയത്. ആ സമയത്ത് എൻ്റെ പിതാവ് അവിടെ പോയി വസ്തുവൊക്കെ മേടിച്ച് താമസം ആരംഭിച്ച്. പിന്നെ ഇവിടെ നിന്നാൽ വലിയൊരു ബുദ്ധിമുട്ടാകുന്ന ഓർത്തുകൊണ്ട് വടക്കേന്ത്യയിലേക്ക് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടു. കാര്യം വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഒന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ എൻ്റെ മാതാവ് വ്രതം എടുക്കാൻ തുടങ്ങി. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ, ഹിന്ദു ഫാമിലിയിലുള്ളവർക്ക് അറിയാം. ഈ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്രതം. സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിച്ച്, സ്വന്തം ശരീരത്തെ ഹീനമായി ബുദ്ധിമുട്ടിച്ച് ദേവപ്രീതികൾക്ക് വേണ്ടിയിട്ട് പൂജകൾ ചെയ്യുക. അങ്ങനെ വ്രതം നോക്കി ഇഷ്ട ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച് താൻ അങ്ങനെ മുൻപോട്ട് പോകാനിടയിൽ തന്നു. കുടുംബത്തിനുള്ള ശാപം മാറും. അങ്ങനെ ഞങ്ങളുടെ വീട്ടില് ഒരു വലിയൊരു ഒരു ക്രിയകൾ നടന്നപ്പോൾ, ഹൈന്ദവപരമായിട്ടുള്ള ചില ക്രിയകൾ നടന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ വെളിപ്പെട്ടു പഴയൊരു പെൻഡിങ് നേർച്ച, പഴയൊരു കൊടുക്കാനുള്ള ഒരു നേർച്ച വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നു. അത് വെയിറ്റിംഗ് ആയി കിടക്കുന്നു. അത് കൊടുക്കാത്തതിന്റെ പേര് അതിന്റെ കോപമാണെന്ന് പറഞ്ഞു. അത് വെളിപ്പെട്ടത് ശബരിമലയിൽ കൊടുക്കാനുള്ള നേർച്ചയാന്ന് പറഞ്ഞു. എനിക്ക് രോഗമായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വടക്കേന്ത്യക്ക് പോകുന്നതിന് മുമ്പ് അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് രോഗമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അന്ന് എൻ്റെ മാതാവ് നേർച്ച നടന്നതായിരുന്നു, സുഖമാണെങ്കിൽ അതിന്റെ കോപമാണെന്ന് വെളിപ്പെട്ടതിന്റെ പേരിൽ എൻ്റെ പിതാവിന് വലിയ മന്ത്രവാദമൊക്കെ ചെയ്ത് അവിടുന്ന് വരുത്തി, വടക്കേന്ത്യയിൽ വരുത്തി. പിതാവ് പറഞ്ഞതുപോലെ, മന്ത്രവാദി പറഞ്ഞതുപോലെ ഒക്കെ തന്നെ ആ രീതിയിലൊക്കെ വന്നു. ഒരു മാറ്റം ഇല്ലാതൊക്കെ തന്നെ നാട്ടിൽ വന്നു. അങ്ങനെ വലിയ 41 ദിവസം വ്രതമൊക്കെ നോക്കി ഞങ്ങളെയും കൊണ്ട് ശബരിമലയ്ക്കൊക്കെ പോയി. വലിയ നിലയിൽ തന്നെയാണ്. താൻ ഇനിയും ലോകത്തിലെ ഒരു ദുർസ്വഭാവങ്ങൾക്ക് താൻ ഇനി വിധേയപ്പെടത്തില്ല. അത്ര നല്ല ക്ലിയറായ, മറ്റുള്ളവരെ ഉപദേശിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു വ്യക്തിയായിട്ട് താൻ എന്ത് ചെയ്തു, അങ്ങ് മാറാൻ തീരുമാനമൊക്കെ എടുത്തു. പക്ഷെ അവിടെ പോയേണ്ടി വന്നതിന്റെ താൻ 1 മാസത്തെ ലീവ് എടുത്താ വന്നത്. പക്ഷെ താൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശബരിമലയിൽ പോയിട്ട് വന്നിട്ട് 1.5 ആഴ്ചയെ തൻ്റെ ഈ സ്വഭാവങ്ങളെല്ലാം താൻ വിട്ടു നിന്നുള്ളൂ. താൻ വീണ്ടും എന്ത് ചെയ്തു, പഴയതിനേക്കാൾ, ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ല് പറയും, പണ്ടത്തതിനേക്കാൾ പിന്നത്തെ അവസ്ഥയാകുന്നിടത്തിറന്നു. താൻ എന്തെല്ലാം ഉപേക്ഷിച്ചോ അതിനേക്കാൾ അളവ് കൂട്ടി താൻ ലഹരികൾ ഉപയോഗിക്കാനും വിധേയപ്പെടാനും തുടങ്ങി. ആവശ്യമില്ലാത്ത പല ബന്ധത്തിലേക്ക് താൻ ചാടുവാനിടയായിത്തീർന്നു. പല കൂട്ടുകെട്ടിൽ താൻ ചെന്ന് ചാടി. അങ്ങനെ തനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഈ നേർച്ച ഓർക്കണം, ഈ നേർച്ച കാഴ്ചകളും തീർത്ഥാടന യാത്രയും നടത്തിയതിന് ശേഷം നടന്നതാണ്. ആ തീർത്ഥാടന യാത്ര നടത്തിയതിന്റെ കടഭാരം വീട്ടിൽ മാറിയിട്ടില്ല. അതിന്റെ കോപം കൊണ്ടാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളുടെ കുടുംബം അസമാധാനം അനുഭവിക്കുന്ന ക്രിയകൾ ചെയ്തപ്പോൾ വെളിപ്പെട്ടത്. പക്ഷെ അങ്ങനെ ഇനി അങ്ങനെ പോകാത്ത അമ്പലങ്ങൾ എൻ്റെ മാതാവില്ല. അങ്ങനെ പലയിടത്തും പോയി. അങ്ങനെ ബന്ധുക്കളെല്ലാം വെറുക്കുവാൻ തുടങ്ങി. പലർക്കും ഇടക്കണ്ണിന് കാണാൻ തുടങ്ങി.
അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴയ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴത്തെ MLA ആയിരിക്കുന്ന സജി ചെറിയാൻ, അല്ലെങ്കിൽ മുൻ മന്ത്രിയായിരുന്ന സജി ചെറിയാൻ, ഞങ്ങളുടെ ഇപ്പോഴത്തെ MLA ആയിരിക്കുന്ന സജി ചെറിയാന്റെ ഭവനത്തിൽ എൻ്റെ മാതാവ് വീട്ടുജോലിക്ക് കയറുവാനിടയെത്തണം. വീട്ടുജോലിക്ക് അദ്ദേഹവും എൻ്റെ മാതാവും കൂടെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. അതൊക്കെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി തന്നെ വീട്ടിൽ ഞങ്ങൾക്ക് ജോലി തന്നു, അമ്മയ്ക്ക് ജോലി കൊടുത്തു. അതൊക്കെ തന്നെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് എൻ്റെ മാതാവ് ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പോഴും ഞാനിങ്ങനെ പഠിത്തത്തിൽ അല്പം മോശം ഉള്ളവനായിട്ട് പോവുക. കാര്യം എനിക്ക് പഠിത്തത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, പഠിക്കാൻ താല്പര്യമില്ല, ഞാൻ മെനക്കെടത്തില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മാതാവ് ഒരു ദിവസം തീരുമാനമെടുക്കുവാണ്. ആ സജി ചെറിയാന്റെ വീട്ടിലെ വീട്ടുജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എൻ്റെ മാതാവ് തീരുമാനമെടുക്കും, ഇന്ന് മരിക്കണം. എന്തിനിങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നു? എന്തിനിങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു തലവേദനയായിട്ട് ജീവിക്കുന്നു? ഒന്നും ജീവിതത്തിൽ ഒരു സമ്പാദ്യമില്ല. തൻ്റെ ഭർത്താവിന് എന്നും ഇടിച്ചു പഴിപ്പിക്കുവാൻ ഒരു ശരീരം എന്തിനിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ആയിരിക്കുന്നത്? തൻ്റെ ശരീരം ഭർത്താവിനെ ഇടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറിച്ചൊരു ഉത്തരവാദിത്വമില്ല. താൻ നല്ലവണ്ണം വടക്കേ ഇന്ത്യയിൽ ഗുജറാത്തിൽ സമ്പാദിക്കുന്നുണ്ട്. താൻ 300 രൂപയ്ക്കും 400 രൂപയ്ക്കൊക്കെ ഫോൺ കോള് മാറി വാങ്ങി ചെയ്യും. എന്നിട്ടും താൻ ഇതിൽ ഫോണൊന്നും വെക്കത്തില്ല. ഭയങ്കര ഭീഷണി വാക്കുകളും അങ്ങനെ ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഇല്ലാതാക്കുമെന്നൊക്കെ പറയും. അങ്ങനെ താനെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാതാവ് പറഞ്ഞു, നമുക്കങ്ങ് തീർന്നേക്കാം. ഞങ്ങളുടെ വീടിന്റെ പരിസരം മുഴുവൻ വയലാണ്. വയലെന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന വയലാണ്. പച്ചക്കറി കൃഷികൾ ചെയ്യുന്ന വയലാണ്. ഈ പടവലം, പാവയ്ക്ക, വെറ്റില, ഏത്തവാഴ, പയറ് എന്നിങ്ങനെ കൃഷികൾ ചെയ്യുന്ന വയലാണ്. അതൊക്കെ ചന്തയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ കൃഷിക്കാർ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ആ കൃഷികൾക്ക് കീടനാശിനികൾ മറ്റ് വിഷങ്ങളും ഒക്കെ വിൽക്കുന്ന 2 വളക്കട ഞങ്ങളുടെ അടുത്തുണ്ട്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവര് ആ കൃഷിക്കാരുടെ ബന്ധുക്കൾ തന്നെ നടത്തുന്ന വളക്കടയാണ്. ആ വളക്കടയിൽ എൻ്റെ മാതാവ് എന്ന വൈകിട്ട് സജി ചെറിയാന്റെ ഭാര്യയോട് യാത്രയൊക്കെ പറഞ്ഞു. സജി ചെറിയാൻ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന കാലഘട്ടം. അദ്ദേഹത്തിന്റെ ഭാര്യയോട് വലിയ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോരുന്നൊരു യാത്ര പറഞ്ഞു പോരുക. ഞങ്ങൾ നാളെ ഒരു യാത്രയ്ക്ക് പോവാ, നാളെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു എവിടെ പോവാ? അത് അമ്മാമ്മയ്ക്ക് അറിയത്തില്ല സ്ഥലം, ഞങ്ങളൊരു സ്ഥലം വരെ പോവാ, ചിലപ്പോ ഞങ്ങൾ വന്നെന്ന് പറയാം എന്ന് പറഞ്ഞു. എന്താടി അങ്ങനൊക്കെ പറയുന്നത്? അപ്പൊ അമ്മ പറഞ്ഞു അതൊക്കെ ഉണ്ട്, പോയിട്ട് വന്നിട്ട് പറയാം, വന്നു എന്ന് പറഞ്ഞു. കാര്യം അവരൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവരെ തടസ്സം കയറിപ്പിടിക്കും. അങ്ങനെ മാതാവ് വിളിച്ചു കൂവി അലച്ചു തല്ലി അസ്വസ്ഥയായി വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഞാൻ 100 രൂപ തരാം. 100 രൂപയുടെ വലിയ പ്രാധാന്യമുള്ള ഒരു കാലം. 1000 രൂപ 1500 രൂപയ്ക്ക് മേൽ അതിനേക്കാൾ വലിയ ഡിമാൻഡ്. ഞങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ച് 100 രൂപ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ്. അതേപോലെ ഞങ്ങളിങ്ങനെ അസമാധാനം അനുഭവിക്കുവാണ്. എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ നീ ഇന്ന കടയിൽ പോയി, നീ ഇന്നടത്ത് പോയി, ഇന്ന വിഷവും, കാര്യം വിഷത്തിന്റെ പേരുകളൊക്കെ അമ്മയ്ക്ക് അത്യാവശ്യം, കാരണം ഈ വയലിലൊക്കെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഇന്ന വിഷവും പിന്നെ അതിന്റെ ചില കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരണം. സേമിയ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. എന്നോട് പറഞ്ഞു, മോനിന്ന് സേമിയ പായസം വെച്ച് തരാം, നമ്മളിന്ന് മരിക്കാൻ പോവാന്ന് പറഞ്ഞു. നമ്മളിന്ന് പോകുന്ന വഴിക്ക് നമ്മൾ മരിക്കാൻ പോവാണ്, അതുകൊണ്ട് മോന് സേമിയ പായസം ഉണ്ടാക്കി തരാം. എനിക്ക് മരിക്കാൻ പോവോ? അപ്പൊ എന്റെ പ്രായത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ പോവാന്ന് പറഞ്ഞ അങ്ങനെ സ്ഥലം ഞാൻ കേട്ടിട്ടില്ല. ചെങ്ങന്നൂര് പോവാ, കുളനട പോവാ, പന്തളത്ത് പോവാ, ആലപ്പുഴയ്ക്ക് പോവാ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകാം എന്നൊക്കെ നമ്മൾ പ്രസംഗത്തിൽ കൂടി കേട്ടിട്ടുള്ളതല്ലാതെ, പക്ഷെ മരിക്കാൻ പോവാ എന്നുള്ളൊരു സ്ഥലപ്പേര് ഞാൻ കേട്ടിട്ടില്ല. അമ്മയോട് എൻ്റെ അന്നത്തെ പൊട്ടൻ ചോദ്യത്തിൽ ഞാൻ ചോദിച്ചു, അതെന്ത് സ്ഥലമാണെന്ന് ചോദിച്ചു, അതെവിടെയുള്ള സ്ഥലമാണെന്ന് ചോദിച്ചു, അവിടുത്തെ ആൾക്കാരെങ്ങനെയുണ്ട്? എന്നോട് പറഞ്ഞു, ഞാനും ഇന്ന് വരെ പോയിട്ടില്ല, നമുക്ക് 3 പേരുടെ ഒന്നിച്ചാ പോകുന്നത്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം, നമുക്ക് അവിടെ പോയാല് നല്ല ഭക്ഷണം കിട്ടും, അവിടെ പോയാൽ. അപ്പൊ ഞാൻ ചോദിച്ചു, സജി ചെറിയാന്റെ വീട്ടിൽ ജോലിക്ക് അവര് തിരക്കത്തൊന്നുമില്ല, പിന്നെ അവരൊന്നും അറിയാനൊന്നും പോകുന്നില്ല, നമ്മൾ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ പശുക്കളൊക്കെയോ? അതൊക്കെ അവർ വിറ്റെടുത്തോളും, നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പോയി ഇത് വിഷം മേടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. ആ വിഷവും മേടിച്ചോണ്ട് എൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് അമ്മേനോട് പ്രത്യേകം താക്കീത് ചെയ്തു, ആരോടും പറഞ്ഞു നമ്മൾ ഇന്നടത്ത് പോവാന്ന്. കടക്കാരെല്ലാരും കൂടെ വന്ന് നമ്മളെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും, വീട് തീ വെക്കും, എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതിൽ. കാര്യം ഞാനത് പുറത്ത് പറയരുത്, അങ്ങനെ പുറത്ത് പറഞ്ഞാൽ ആരെങ്കിലും വന്നെന്ത് ചെയ്യും, ഞങ്ങളുടെ ആത്മഹത്യ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഉണ്ടാകാതിരിക്കാൻ എൻ്റെ മാതാ എന്നോട് പ്രത്യേകം പറഞ്ഞു, ഒരു കാരണവശാലും പുറത്ത് ഞാൻ ആരോടും പറയാം. എവിടെ പോയതാ? ഞാൻ പറഞ്ഞു കടയിൽ വരെ പോയതാ, വിഷം മേടിക്കുന്ന കടയിൽ പോയാന്ന് പറഞ്ഞില്ല, വളക്കടയിൽ പോയാണ്. കാര്യം ഞങ്ങൾക്ക് കൃഷിയില്ലെന്ന് പലർക്കും അറിയാം, അതിനുള്ള പറമ്പൊന്നും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ അമ്മയോട് ചോദിച്ചു, മോനെ ആരെങ്കിലും? ഞാൻ പറഞ്ഞു ആരും ചോദിച്ചില്ല, എവിടെ പോയി ചോദിച്ചു, കടയിൽ പോയി ചോറുന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, അമ്മ ഇത് എങ്ങനെ അമ്മ ഇത് നമ്മൾ കഴിക്കുന്നത്? അതൊക്കെ അമ്മ ഉണ്ടാക്കി തരാം, അമ്മ ഇത് പറയണെങ്കിലും തകർന്നു. കാര്യം ആത്മഹത്യക്ക് പോവാ, ഈ മക്കളെ എനിക്ക് കാണാൻ കഴിയത്തില്ല, ഞങ്ങൾ 3 പേരും മരണപ്പെടാൻ പോയി, ലോകത്തോട് വിട പറയാൻ പോകുന്നത്. അമ്മയ്ക്ക് ഇതിന്റെ ഇതറിയാവുന്നതുകൊണ്ട് അമ്മ
നല്ലതായിട്ട് കരയുക. ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ ഇത്ര യാത്ര പോകും? അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ വീടെല്ലാം കളഞ്ഞിട്ട് പോകുന്നോണ്ടും നമ്മളെ പശുക്കളെയൊക്കെ കളഞ്ഞ് നാട്ടുകാരെല്ലാവരും നമ്മൾ കളഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു, സങ്കടം കൊണ്ട് കരയുന്ന മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ സേവിക്കും ദൈവത്തിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു. അമ്മ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കരയുന്നെന്ന് പറഞ്ഞു. അമ്മ അന്നേരം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ മാതാവ്, വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് പാൽ ഇഷ്ടം പോലെ ഉണ്ട്. പാൽ അത്യാവശ്യമൊക്കെ കൊടുത്തിട്ട് ബാക്കി അന്ന് കുറച്ച് പാലെല്ലായിടത്തും കൊടുത്തു. ബാക്കിയുള്ള പാലിൽ നിന്ന് സേമിയ പായസം ഉണ്ടാക്കി അയൽവക്കക്കാർക്ക് പതിവില്ലാതെ സേമിയ പായസം കൊടുത്തതിന്റെ ബാക്കി സേമിയ പായസം രാത്രിയിൽ അമ്മ കാത്തു വെച്ചു. അന്ന് പതിവിലും ഏറെ അമ്മ പശുവിന് പുല്ലൊക്കെ പറിച്ചു കിട്ടും. കാര്യം പശുവിന്റെ ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ ആരും തീറ്റി കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ, അതിന് പുല്ല് കൊടുക്കണ്ടേ. അതിന് അമ്മ ഏറി, കാര്യം വയലൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ പോയി പുല്ല് പറിച്ചു. നല്ലവണ്ണം പുല്ല് പറിപ്പിച്ച് അതിനെ കുടിക്കാനുള്ള കുടികളൊക്കെ റെഡിയാക്കി, അതിന്റെ കാടിവെള്ളം അതിന് പുളിമ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് എല്ലാം റെഡിയാക്കി, എല്ലാം ക്രമീകരിച്ചു. ഒരു മരണത്തിന്റെ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള ക്രമീകരണങ്ങളെല്ലാം വീടുമായി ബന്ധപ്പെട്ട് കടം മാത്രം വീട്ടാൻ മാർഗമില്ല. അങ്ങനെ അമ്മ ഞങ്ങൾ കാണാതെ ഒരു ബുക്കിനകത്ത് ഒരു ലെറ്റർ എഴുതി വെച്ചു. അത് അമ്മയുടെ പൂർണ്ണമായ ഒപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ നിലവാരത്തിലും അമ്മ ലെറ്ററും ഒക്കെ എഴുതി വെച്ച് രാത്രി ഞങ്ങൾ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ അമ്മ ഈ വിഷം മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞങ്ങളെ അമ്മ പുറത്തോട്ടെങ്ങും വിട്ടില്ല. കാര്യം അറിയാതെങ്ങനും ഞങ്ങൾ പിള്ളേരായതുകൊണ്ട് അബദ്ധവശാൽ പറഞ്ഞു പോയാലെന്ന് ഓർത്തുകൊണ്ട് അമ്മ ഞങ്ങൾ നല്ലതായിട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതുപോലെ അമ്മ ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. കാര്യം അങ്ങനെ എൻ്റെ ഭവനത്തിൽ നിന്നും ഞങ്ങളെ പുറത്തോട്ട് വിടാതെ ആ സന്ധ്യാസമയം രാത്രിയാകാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. എൻ്റെ മാതാവ് ഞങ്ങളങ്ങനെ വൈകുന്നേരത്തും പല കാവുകൾ, ഞാൻ പറഞ്ഞത് പരിസരത്തുള്ള ഞങ്ങളുടെ അടുത്തുള്ള കാവുകളൊക്കെ കൊണ്ടുപോയി വിളക്ക് കത്തിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ മാതാവ് പോകുന്നത്. അങ്ങനെ സേമിയ പായസം വൈകുന്നേരം വന്ന് കുടിക്കാനുള്ള ഒരു താല്പര്യം ഉള്ളിലൊരു വല്ലാത്തൊരു ദ്വര ഞങ്ങൾക്ക് ഉണ്ടായി. അത് അമ്മ പറഞ്ഞു, വൈകുന്നേരം നമ്മളൊരു സാധനം കൂട്ടി കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വെപ്രാളം തോന്നും, നമുക്ക് അസ്വസ്ഥത തോന്നും, ഇങ്ങനൊക്കെ പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. അന്നേരം നമ്മളൊന്നും വിളിച്ചു പോവരുത്, പ്രശ്നം ഉണ്ടാകാൻ നമ്മൾ ഓടരുത്. ചിലപ്പോൾ നമുക്ക് ശരീരമൊക്കെ തളരുന്ന പോലൊക്കെ തോന്നും. അന്നേരം നമ്മൾ എന്തെങ്കിലും, അമ്മ ഇതൊക്കെ പറഞ്ഞ് എല്ലാ ഒരുക്കങ്ങളോട് നോക്കണം. മണിക്കൂറുകൾക്ക് മുമ്പേ മക്കൾക്ക് വിഷം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഉള്ള അവരുടെ ശരീരത്തിലുണ്ടാകുന്നതിനെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു മാതാവിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ, ഒരു ഗതികേട്. ആ ഒരു ഘട്ടത്തിൽ അന്ന് ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഈ ദൈവങ്ങളെയൊക്കെ അവരെ പ്രീതിപ്പെടുത്തുക. അന്നൊരു കാര്യം, ഇനി മരിക്കാൻ പോയി, ഇനി നാളെ തൊട്ട് ആരും വിളക്ക് കത്തിക്കാനില്ല, നാളെ തൊട്ട് ആരും ചന്ദനത്തിരി കത്തിക്കാനില്ല, നാളെ തൊട്ട് ആരും കർപ്പൂരം കത്തിക്കില്ല, നാളെ തൊട്ട് ആരും മാല കെട്ടിക്കൊടുക്കാൻ ആരും എന്ന് പറഞ്ഞ മാതാവ് അന്ന് സന്ധ്യാസമയം ആയപ്പോഴത്തേക്ക് എൻ്റെ മാതാവ് ആ രാത്രി 10 മണി കഴിഞ്ഞാണ് നോക്കുന്നത്. കാര്യം ഈ ഞങ്ങളുടെ പരിസരത്ത് ഈ വാറ്റുകാരുള്ളതുകൊണ്ട് രാത്രി കള്ളു കുടിക്കാൻ വരുന്നവരുണ്ട്. അപ്പൊ ഈ കള്ളു കുടിച്ചിട്ട് പോകുന്നൊരു അഴുക്ക് റോഡാണ്, ടാങ്ങി റോഡല്ല. അപ്പം വണ്ടികളൊക്കെ ബ്രേക്ക് പിടിച്ചൊക്കെ പോകുന്നത് കൊണ്ട് എല്ലാവരും ബഹളമൊക്കെ ഉണ്ടാക്കിയൊക്കെയാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ മരണോപ്രാണം ആരും അറിയരുത്, കേൾക്കരുതെന്ന് ഓർത്തുകൊണ്ട് ഒരു സ്ത്രീ രാത്രി 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ലോകം അല്ലെങ്കിൽ ആ പരിസരത്തോ ആ പഞ്ചായത്തോ ആരും അറിയാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുമ്പോൾ ആ രാത്രി എൻ്റെ മാതാവ് വിഷം ഒഴിച്ചു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു ആട്ടുകല്ലുണ്ട്. ഈ മരിമാവൊക്കെ അരയ്ക്കുന്ന ആട്ടുകല്ലെന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് ആട്ടുകല്ലെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അറിയുമോ അറിയത്തില്ല. അരി ഉഴുന്നുമൊക്കെ അരയ്ക്കുന്ന ആട്ടുകല്ലെന്ന്, പണ്ടത്തെ മിക്സിന് വേണേൽ പറയാം. കറണ്ടേൽ വർക്ക് ചെയ്യാത്ത മനുഷ്യരെ അരയ്ക്കുന്ന ആ ആട്ടുകല്ലിന്റെ അടുക്കിലിരുന്നുകൊണ്ട് എൻ്റെ മാതാവ് 3 ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ, ചെറിയ ഡവറ പോലുള്ള ചെറിയ കുഴിയല് പോലുള്ള 3 സ്റ്റീൽ പാത്രങ്ങൾ എടുത്തു വെച്ചിട്ട് അതൊക്കെ പായസം ഒഴിച്ചു വെച്ചിട്ട് എൻ്റെ മാതാവ് വിഷമൊഴിച്ച് ക്രമീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെടുന്ന ആ രാത്രി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ അവസ്ഥയിൽ നിന്നും ദൈവം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഉദാഹരണം ഒരുക്കിയ ഒരു അനുഭവം തുടർമാനമായി ഞാൻ നിങ്ങളോട് വീണ്ടും പങ്കുവെക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവമാണ് പ്രിയ ദൈവമക്കളെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പുരുഷായുസ്സിൽ നാം അനുഭവിക്കുന്നതിനെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറമായി ആ കുടുംബം കടന്നു പോകുന്നതായ സങ്കടകരമായ അനുഭവങ്ങൾ, ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ആ ഇടത്തു നിന്ന് സർവശക്തനായ ദൈവം വിടുവിച്ചതായ വിധങ്ങൾ നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് പിന്നെയും കേൾക്കുവാൻ പോകുകയാണ്. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.